ചേരുന്നു. ബിനോയ്, ചതിയുടെ രാഷ്ട്രീയ അടവുകൾ ആർക്കെതിരെയും പ്രയോഗിച്ചിട്ടില്ലാത്ത ആത്മവിശ്വാസമാണ് തൻ്റെ രാഷ്ട്രീയ ജീവിത സമ്പത്ത് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു നേതാവായിരുന്നു. അത്രയും ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു VS എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും നല്ല സംശുദ്ധമായ രാഷ്ട്രീയക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ ചർച്ചകൾ, പ്രശ്നങ്ങൾ, പാർട്ടിക്കകത്തുണ്ടാകുന്ന വിഷമതകൾ അതൊക്കെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് പാർട്ടിക്കെതിരെ ഒരു നിലപാട് ഒരിക്കൽ പോലും VS അച്യുതാനന്ദൻ എടുത്തിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ അത് പാർട്ടിയെ നന്നാക്കുന്നതിന് വേണ്ടിയും പാർട്ടിയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുമാണ്. ലാവ്ലിൻ കേസിൻ്റെ സമയത്തും ഒപ്പം പാർട്ടിയിലെ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ അവരെ പാർട്ടിക്ക് പുറത്തു നിർത്തുന്നതിന് വേണ്ടി പോരാട്ടം നടത്തിയതുമൊക്കെ VS ആയിരുന്നു. അത്തരത്തിൽ VS വേറൊരു തരത്തിലുള്ളൊരു രാഷ്ട്രീയമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും പാർട്ടിയെ ക്ഷീണിപ്പിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ പാർട്ടി അണികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലെയോ ഒരു പ്രവൃത്തിയും VSൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ഈ VS എന്ന് പറയുന്ന പ്രതിപക്ഷ ആയിരുന്നു ഒരുപക്ഷെ കേരളം കണ്ട VSലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ കഴിയും. VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ജനകീയ പ്രശ്നങ്ങളിലും പരിസ്ഥിതി പ്രശ്നങ്ങളിലുമൊക്കെ ഇടപെട്ട് ആ സമരങ്ങളുടെ മുൻനിരയിലെത്തിയത്. പ്രത്യേകിച്ചും ഈ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഈ പാറക്കോറികൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ പാറക്കോറികൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്ന സമയത്തൊക്കെ തന്നെ വിവിധ ജില്ലകളിൽ, കൊല്ലം ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും ഒക്കെ പാറക്കോറി സമരങ്ങൾക്ക് ആവേശം പകരുവാൻ VS എത്തിയിരുന്നു. VS അത് നേരിൽ കണ്ട് അത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നേരിട്ട് മനസ്സിലാക്കി കൃത്യമായി അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും വേണ്ടി വന്നാൽ ജനങ്ങൾക്ക് വേണ്ടി കോടതിയിൽ വരെ കയറാൻ VS തയ്യാറായിരുന്നു. VSൻ്റെ പ്രത്യേകതകൾ അങ്ങനെയാണ്. ഈ ഓരോ കാര്യങ്ങളിലും VS ഇടപെടമായിരുന്നു. പ്രത്യേകിച്ചും വാർഡിൻ്റെ കോൺഗ്രസിലാണ്. പക്ഷേ എന്നാൽ തന്നെയും ഇന്നലെ മുതൽ ഞാനുണ്ട് ഇപ്പം ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി ശുചീകരണം ഉൾപ്പെടെ ഈ കാണുന്ന ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടെ ഞാനും ഇവിടുത്തെ ഹരീഷ്, പാർട്ടിയിലെ ഹരീഷും എല്ലാം കൂടെ നിന്നാണ് ഇത് ചെയ്യുന്നത്. ഇത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് VS. ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക്, ആരുമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു VS. അപ്പോൾ ഒരാൾ പോലും പോയി ഇപ്പോൾ ചെന്ന് പുള്ളിയുടെ അടുത്ത് ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ വെറും കൈയോടെ പുള്ളി മടക്കി വിടാറില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായത് കൊണ്ട് തന്നെയാണ് മറ്റൊരു പാർട്ടിയിൽ നിന്നായിട്ടും പുള്ളിക്ക് വേണ്ടി എല്ലാം നിന്ന് സജീവമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് പോവുകയുണ്ടായിരുന്നു.